ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിലുള്ള നമ്മുടെ എക്സ്പെൻസസ് എത്രയാന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പെൻസിനെ കുറിച്ചൊന്ന് പറയുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, ലിവിങ് കോസ്റ്റ് ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം എക്സ്പെൻസസ് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഒരു നോർമലായിട്ട് ഇപ്പം നമ്മൾ 3 പേരാണ് ഇവിടെ ഉള്ളത്, ഞാനും ഹസ്ബൻഡും മോളും. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ വരുന്ന ആ എക്സ്പെൻസസ് എത്രയെന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യാട്ടെ. ഇതിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാ ഫാമിലിക്കും ഇതായിരിക്കില്ല, ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്ക് കുറവായിരിക്കും. അപ്പം നമ്മുടെ ലിവിങ് സ്റ്റൈൽ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ എക്സ്പെൻസ് വരുന്നത്. അപ്പം നമ്മുടെ ഫാമിലി എക്സ്പെൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലിവിങ് കോസ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ടാക്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ടാക്സ് വേറെ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കട്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് തന്നെ എന്താണ്, നമുക്ക് ഫെഡറൽ ടാക്സ്, കമ്മ്യൂണൽ ടാക്സ്, കാന്റോണൽ ടാക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു എക്സ്പെൻസ് എത്രയാവുമെന്ന് നോക്കാം. അപ്പോൾ എക്സ്പെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് നമ്മൾ താമസിക്കാനുള്ള സ്ഥലമാണല്ലേ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ റെന്റ്, അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ എക്സ്പെൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെന്റ് ആയിരിക്കും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ റെന്റഡ് അപ്പാർട്ട്മെന്റ്സിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നതിനേക്കാളും റെന്റൽ അപ്പാർട്ട്മെന്റ്സിലാണ് ഇവിടുത്തെ കൂടുതലും ആളുകൾ താമസിക്കുന്നത്. ഈവൻ സ്വിറ്റ്സർലൻഡ് പീപ്പിൾ ആണെങ്കിൽ കൂടി അവർ റെന്റഡ് അപ്പാർട്ട്മെന്റ്സിലായിരിക്കും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്നത്. കുറച്ച് ആൾക്കാർക്കാണ് ഇങ്ങനെ ഓൺ ആയിട്ടുള്ള അവരുടെ പ്രോപ്പർട്ടി ഉണ്ടാവുക. അപ്പോൾ ഈ റെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അതനുസരിച്ചിട്ട് റെന്റിന് വ്യത്യാസം വരും. സുറിക്, ജനീവ, ബേൺ അങ്ങനെയുള്ള മെയിൻ ടൗണുകളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ റെന്റ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൺട്രി സൈഡിലോട്ട് മാറുവാണെങ്കിൽ അവിടെ റെന്റ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. അപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു 1 bedroom 1 BHK അപ്പാർട്ട്മെന്റിന് നമുക്ക് ഏകദേശം ഒരു റെന്റ് നോർമൽ ഒരു സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 1500 to 2000 CHF ഉള്ളിൽ നമുക്ക് 1 BHK നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ സുറിക്കിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടില്ല, ഇതിലും കൂടുതലായിരിക്കും. ഒരു നോർമൽ ഒരുപാട് നമ്മൾ ടൗണിലോട്ടൊക്കെ പോവാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റേറ്റിനൊക്കെ ഒരു 1 BHK അപ്പാർട്ട്മെന്റ് കിട്ടും. ഇപ്പം നമ്മൾ ഉള്ളത്, ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മുടെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ബുസിനി, ലൊസാൻ അടുത്തുള്ള ബുസിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരുപാട്, ഇത് സിറ്റിയാണ്, റീസെൻ്റ്ലി സിറ്റി ആക്കിയ ഒരു സ്ഥലമാണ് ഇത്. കുറച്ച് വർഷം മുമ്പ് വരെ ഒരു വില്ലേജ് ആയിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ സ്ഥലത്തിനെ സിറ്റി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോപ്പുലേഷൻ ഇല്ല, ഇവിടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അടുത്തുണ്ട്. ഹോസ്പിറ്റല്, അതുപോലെ തന്നെ സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ തിരക്ക് ഭയങ്കര കുറവാണ്, പോപ്പുലേഷൻ കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 BHK അപ്പാർട്ട്മെന്റാണ് നമ്മൾ റെന്റിന് എടുത്തിരിക്കുന്നത്. നമുക്ക് വരുന്നത് 2300 CHF പെർ മന്ത് ആണ് കേട്ടോ നമുക്ക് റെന്റ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2,11,000 12,000 അതിൻ്റെ ഇടയിലാണ് നമുക്ക് പെർ മന്ത് റെന്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു സംഭവം റെന്റാണ് നമുക്ക് നമ്മുടെ എക്സ്പെൻസിൽ. അടുത്തതായിട്ട് നമ്മുടെ എക്സ്പെൻസിൽ മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ഇവിടെ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും നമ്മൾ ഇവിടുത്തെ റെസിഡൻസ് എല്ലാവരും തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം, മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പം നമുക്ക് 3 പേർക്കും കൂടെ അത് വരുന്നത് 1033 CHF ആണ് നമുക്ക് പെർ മന്ത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നത്. അപ്പോൾ അത് മാൻഡേറ്ററി ആണ്, എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് എടുക്കണം. അപ്പോൾ അത് പല റേഞ്ചിലുണ്ട് കേട്ടോ. ഒരു ബേസിക് തൊട്ടിട്ട് പ്രീമിയം വരെയുള്ള പല റേഞ്ചിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നോർമലായിട്ട് അതൊരു ആൾക്ക് 300 to 500 CHF, അതിൻ്റെ ഉള്ളിൽ 300 മുതലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പെർ പേഴ്സൺ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് 3 പേർക്കും കൂടെ വരുന്നത് ഇത്രയും എമൗണ്ട് ആണ് മെഡിക്കൽ ഇൻഷുറൻസിന് വരുന്നത്.
പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചിലവിൽ അടുത്ത സംഭവം വരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ വൈഫൈ, ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. വൈഫൈ ഇല്ലാണ്ട് നമുക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി വൈഫൈ കൂടെ നമുക്ക് വരുന്നത് ഒരു 150, നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു 150 എമൗണ്ട് നമുക്ക് പെർ മന്ത് ഇലക്ട്രിസിറ്റിക്കും വൈഫൈക്കും കൂടെ വരുന്നുണ്ട്. ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ നോർമലി ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്കിംഗ് അല്ല, ഹസ്ബൻഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഹസ്ബൻഡ് മന്ത്ലി പാസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ഏകദേശം ഒരു 300 CHF മാസം വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെലവ് വരുന്ന വേറൊരു ഐറ്റം നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ആണല്ലേ. അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിൽ ഏകദേശം നമുക്കൊരു 70-80 പെർ വീക്ക് നമുക്ക് അത്രയ്ക്ക് ഏകദേശം വരാറുണ്ട്, 100ന്റെ ഉള്ളിൽ. അപ്പോൾ അത് ഓരോ ആഴ്ചകളായിട്ട് ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് ആയിട്ടൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 500 CHF, 500, 600 വരെയൊക്കെ ചില മാസങ്ങളിൽ വരാറുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു നോർമൽ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 500 CHFന്റെ ഉള്ളിൽ നമ്മുടെ ഗ്രോസറി നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ഗ്രോസറി പെർ മന്ത് നമുക്ക് വരുന്നത് 500 CHF ആണ്. അതും ഡിപ്പെൻസ് ആയിരിക്കും കേട്ടോ, നമ്മുടെ ലിവിങ് സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ട് ഡിപ്പെൻസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ പേ ചെയ്യേണ്ടി വരാറ്. നോർമൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് അത്ര പേ ചെയ്യാറില്ല. ഏഷ്യൻ ഷോപ്പിൽ നോർമൽ കടകളെക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എപ്പോഴും. കാരണം നമുക്ക് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഷോപ്സിൽ ഇപ്പോഴും വില കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എന്നാലും നമുക്കൊരു 600 CHF ഒരു മാസം ഏകദേശം വരും ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലെഷർ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 200 അല്ലെങ്കിൽ 300 CHF നമ്മൾ എല്ലാ മാസവും മാറ്റി വെക്കാറുണ്ട്. നോർമലി 200 ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ 300 അത്രയും എമൗണ്ട് നമ്മൾ എല്ലാ മാസവും ഈ ലെഷർ തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഇതല്ലാണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 200 CHF മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോർമലി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ടാക്സ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, ഈ എമൗണ്ട് പറയുന്നതിനകത്ത് ടാക്സ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ചെലവുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാണ്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇതല്ലാണ്ട് വല്ല ആക്ടിവിറ്റീസ്, ഇപ്പോൾ ജിമ്മ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിന് എക്സ്ട്രാ നമുക്ക് പൈസ വരും. ജിമ്മൊക്കെ ഏകദേശം ഒരു 120 CHF പെർ മന്ത് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സ്വിമ്മിങ് ക്ലാസ് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് വിടുക, അപ്പോൾ മോളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ എക്സ്ട്രാ വരും കേട്ടോ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ എക്സ്ട്രാ, അതൊന്നും നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇപ്പം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്, ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് ഒരു മാസം വരുന്നത്. അപ്പോൾ ഇതും ഡിപ്പെൻഡ് ആണ് കേട്ടോ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും ഈ എമൗണ്ട് എത്രയാണ് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ടോട്ടൽ നമുക്കൊരു മന്ത്ലി എക്സ്പെൻസ് എത്ര വരുന്നു നോക്കാം. അപ്പോൾ റെന്റ് ഞാൻ പറഞ്ഞു 2300, പിന്നെ നമ്മുടെ മെഡിക്കൽ 1033, ഇന്റർനെറ്റ് അതുപോലെ വൈഫൈ, ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് 150, ട്രാൻസ്പോർട്ടേഷൻ 300, ഗ്രോസറി 500 to 600. അപ്പം നമുക്കിവിടെ ഒരു 500 ഇപ്പം എടുക്കാം. പിന്നെ ലെഷറിന് വേണ്ടിയിട്ട് ഒരു 200 മാറ്റാം, അതേഴ്സ് ഒരു 200. അപ്പം ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും എമൗണ്ട് ആണ് വരുന്നത് നമുക്കൊരു നോർമലി ഒരാൾക്ക് ജീവിച്ചു പോകുന്നതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.